ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് കുറച്ച് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോണത്. കൃഷി എന്ന് പറയുമ്പോൾ വലിയ കൃഷിയൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ച് മുളക് തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം മുളകൊക്കെ പിടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ കാന്താരി മുളകാണ്. കാന്താരി മുളകിൽ കുറച്ച് കാന്താരി മുളകൊക്കെ പിടിച്ച് നിൽക്കുന്നു. കുറച്ചധികം പൂക്കളും കായ്കളും ഉണ്ട്. പിന്നെ മഴയായതുകൊണ്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. ഉണ്ടോ, പിച്ചെടുക്കേണ്ട പ്രായമായി കേട്ടോ ഈ മുളകെല്ലാം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കാം. പഴുത്തൊക്കെ നിൽക്കുകയാണ്. അടുത്തത് സാമ്പാർ മുളകാണ്. സാമ്പാർ മുളക് നമുക്ക് ഈ മലക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇതൊരു ചെറിയ ചെടിയാണ്. അതിൽ അത്യാവശ്യം വേണ്ട മുളകെല്ലാം ഉണ്ട്. 8 മുളക് തന്നെ ഒരു കൊച്ചു ചെടിയിൽ പിടിച്ച് നിൽപ്പുണ്ട്. ചെറുതിലേ ഈ ചെടി കായ്ക്കും. കണ്ട, ഇത് നമ്മുടെ ഈ മുളക് തന്നെയാണ്. ഇതിന് ഒരു ചെടിയിൽ പഴുത്ത് നിൽക്കുകയാണ്. തോനെ മുളക് നിൽപ്പുണ്ട്. ഇത് വിത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അടുത്ത ചെടിയൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയാണേ. അപ്പോൾ ഇത് കണ്ട, ഇത് എരിവില്ല ഇതിന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ 4 മണിയൊക്കെ ചായക്കൊപ്പം ബജിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഉണ്ട്, ചെറിയ മുളകുകൾ ഇതിൽ പിടിച്ച് വീണ്ടും വരുന്നുണ്ട്. ഇത് കുക്കുംബറാണ്. കുക്കുംബറിൽ ചെറിയ ചെറിയ മൊട്ട് ഇട്ട് നിൽക്കുന്നു. അതിൽ കായുണ്ട് കേട്ടോ, 4-5 കായെല്ലാം പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ 2-3 ചെടി ഉണ്ടായിരുന്നു. അത് ഈ മഴയത്ത് പുഴുശല്യം കാരണം അതെല്ലാം പോയി. ഇനി ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ. അതിൽ 5-6 കായുണ്ട്. ഇതിലും കണ്ട, പുഴുവൊക്കെ വന്ന് പറ്റി തുടങ്ങി. ഇലയൊക്കെ ഞാൻ പിച്ച് കളഞ്ഞു. അടുത്ത നമ്മുടെ വെണ്ടയാണേ. ഒരു വെണ്ട ഒരു 5-6 കവറിലായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാത്തിലും 2 മൂട് വെണ്ടയുണ്ട്. കുഞ്ഞ് തൈകളാണ്, പക്ഷേ അത്യാവശ്യം വേണ്ട വെണ്ടയ്ക്ക് അതിൽ നിൽപ്പുണ്ട്. അതെല്ലാം പിച്ചെടുക്കേണ്ട സമയമായി. ഇത് ഇനി നമ്മളതൊരു ദിവസം പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും. കണ്ട, ഇതിലെല്ലാം പൂക്കളും കായും മൊട്ടുമായിട്ടൊക്കെ എങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? അതൊന്നിങ്ങനെ പിച്ചെടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. കണ്ട, അത്യാവശ്യം കുറച്ചുണ്ട് ഇതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.